കാരണം കാണിക്കൽ നോട്ടീസിൽ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസൻ. പെരുമാറ്റച്ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ മാസം 29-നാണ് ഡോക്ടർ ഹാരിസിന് നോട്ടീസ് നൽകിയത്. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞതിന്, ജനങ്ങൾക്ക് നിഷേധിക്കുന്ന നീതി ചൂണ്ടിക്കാട്ടിയതിന് ഉള്ളൊരു പ്രതികാര നടപടിയാണ് ഈ കാരണം കാണിക്കൽ നോട്ടീസ് എന്നുള്ള വിമർശനമൊക്കെ അതിശക്തമായി സർക്കാരിനെതിരെ ഉയരുന്നൊരു ഘട്ടമാണ്. മറുപടി നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുന്നു ഡോക്ടർ. വിശദാംശങ്ങൾ എന്താണ് പ്രതീഷ്? അർജിത്ത്, ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണത്തോടുകൂടി തന്നെ ഈ വിവാദം അവസാനിപ്പിക്കാനുള്ള ആലോചനയിലാണ് ആരോഗ്യവകുപ്പ്. പക്ഷേ അപ്പോഴും ഈ കാരണം കാണിക്കൽ നോട്ടീസിനുള്ള മറുപടി വൈകുകയാണ്. അർജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം 29-ാം തീയതിയാണ് ആരോഗ്യവകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് ഡോക്ടർ ഹാരിസിന് നൽകിയത്. 7 ദിവസത്തിനകം മറുപടി നൽകണമെന്നതായിരുന്നു നിർദ്ദേശം. പക്ഷേ 7 ദിവസം കഴിഞ്ഞതിന് ശേഷവും ഇതുവരെയും ഡോക്ടർ ഹാരിസ് ഹസൻ മറുപടി നൽകിയിട്ടില്ല. കഴിഞ്ഞ 4-ാം തീയതി മുതൽ അദ്ദേഹം ലീവിലാണ്. ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് ഈ സമയപരിധി നീട്ടി ചോദിച്ചിരിക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാനാണ് ഡോക്ടർ ഹാരിസ് ഹസൻ സമയപരിധി നീട്ടി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മറുപടി വൈകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്, ഈ ഹാരിസ് ഹസൻ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരോഗ്യവകുപ്പ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനെ ഹാരിസ് ഹസൻ സമീപിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരമാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ നേരിട്ടല്ല, മറ്റൊരു വ്യക്തി മുഖേന അപേക്ഷ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റിപ്പോർട്ട് ലഭിച്ച ശേഷം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകിയാൽ മതിയെന്നുള്ള ഒരു ആലോചന ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് വലിയ അതൃപ്തി ഡോക്ടറുടെ നിലപാടിലുണ്ട്. കാരണം ഇത്രത്തോളം ഒരു സമയം എടുക്കുന്നതിലാണ് പ്രധാനമായും ആരോഗ്യവകുപ്പിന് അതൃപ്തി ഉള്ളത്. എന്തായാലും ഈ വിദഗ്ധ സമിതി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പ് നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ഡോക്ടർ ഹാരിസ് ഹസന്റെ നിലപാട് എന്തായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസം 8-ാം തീയതി, അതായത് നാളെ വരെയാണ് നിലവിൽ ഹാരിസ് ഹസൻ ലീവിന് അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിനുശേഷം മറുപടി ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ ആരോഗ്യവകുപ്പ് ഉള്ളത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.